ജമ്മുകശ്മീർ ഉദ്ധംപൂരിൽ ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടൽ. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വീരമൃത്യു. 3 ജെയ്ഷെ ഭീകരർ ഒളിച്ചിരിക്കുന്നുവെന്നാണ് വിവരം. പ്രദേശത്ത് ഏറ്റുമുട്ടൽ തുടരുകയാണ്. ബൽറാം നെടുങ്ങാടിയുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഇന്നലെ വൈകിട്ടാണ് ജമ്മുകശ്മീരിലെ ഉദ്ധംപൂരിൽ ഈ ഏറ്റുമുട്ടൽ ഉണ്ടായത്. ഈ പ്രദേശത്ത് 3 ജെയ്ഷെ ഭീകരർ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള രഹസ്യ വിവരം ജമ്മുകശ്മീർ പോലീസിന് ലഭിച്ചതിനെ തുടർന്നാണ് സുരക്ഷാ സേന ഈ മേഖലയിൽ തെരച്ചിൽ ആരംഭിച്ചത്. സുരക്ഷാ സേനയ്ക്ക് നേരെ ഒളിച്ചിരുന്ന ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. തുടർന്നാണ് സുരക്ഷാ സേന തിരിച്ചടിച്ചത്. ഈ പ്രദേശത്ത് ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ്. ഈ രാത്രി വൈകിയുണ്ടായ ഏറ്റുമുട്ടലിലാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വീരമൃത്യു വരിച്ചിരിക്കുന്നത്. അംജാദ് പത്താൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ചത്. സൈന്യത്തിന്റെ തിരിച്ചടിയിൽ ഒരു ഭീകരന് വെടിയേറ്റിട്ടുണ്ട്. എങ്കിലും ഭീകരർ ഇപ്പോഴും ഒളിത്താവളത്തിൽ തന്നെ തുടരുകയാണ്. ഈ പ്രദേശത്ത് മുഴുവനായും തന്നെ സുരക്ഷാ സേന വളഞ്ഞിട്ടുണ്ട്. ഭീകരർക്ക് ഒരു തരത്തിലും പുറത്ത് കടക്കാൻ കഴിയാത്ത ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത്. ഈ മേഖലയിൽ കഴിഞ്ഞ സെപ്റ്റംബറിലുണ്ടായ ഏറ്റുമുട്ടലിൽ 6 ഭീകരരെ സുരക്ഷാ സേന വധിച്ചിരുന്നു. സമാനമായി അതിർത്തി കടന്നെത്തിയ ഭീകരവാദികളാണ് ഈ പ്രദേശത്ത് ഒളിച്ചിരിക്കുന്നത് എന്ന രഹസ്യവിവരമാണ് ജമ്മുകശ്മീർ പോലീസിന് ലഭിച്ചത്. പ്രദേശത്ത് ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. ഉന്മേഷ്, ജമ്മുകശ്മീരിലെ ഉദ്ധംപൂരിലാണ് ഇപ്പോൾ ഏറ്റുമുട്ടൽ നടന്ന കാര്യം ബൽറാം നെടുങ്ങാടി അറിയിക്കുന്നത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഏറ്റുമുട്ടലിൽ വീരമൃത്യു. അംജദ് പത്താൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് വീരമൃത്യു വരിച്ചത്. ഒരു ഭീകരന് വെടിയേറ്റിട്ടുണ്ട്. പ്രദേശത്ത് ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണ്. സുരക്ഷാ സേന പ്രദേശം വളഞ്ഞിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.